എല്ലാവർക്കും നമസ്കാരം. വളരെ കാലം മുമ്പ് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രണ്ട് ചോദ്യങ്ങളാണ്. എന്തിനാണ് ജ്യോതിഷം? എന്തിനാണ് വാസ്തു? കാലം കടന്നുപോയപ്പോൾ ചില ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ ഈ രണ്ട് വിഷയങ്ങളും ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് ജ്യോതിഷം, എന്തിനാണ് വാസ്തു. നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ റോഡുകളിൽ ഹമ്പുകളുണ്ടാവും, അപകടം പിടിച്ച വളവുകളുണ്ടാവും, കുഴികളുണ്ടാവും, ചിലപ്പോൾ ട്രാഫിക് ഡീവിയേഷനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി സൂചന തരുന്ന സൈൻ ബോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപകടം കൂടാതെ ഈ യാത്ര തരണം ചെയ്യാൻ സാധിക്കും, അല്ലേ? അതേപോലെയാണ് ജ്യോതിഷം. നമ്മുടെ ജീവിതയാത്രയിൽ പതിയിരിക്കുന്ന അപകടങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് സൂചന തരുന്ന സൈൻ ബോർഡ്സാണ് ജ്യോതിഷം. ഇനി വാസ്തുവിൻ്റെ പ്രാധാന്യം. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ട്രെയിനോ ബസ്സോ ഫ്ലൈറ്റോ ഒക്കെ, വാഹനം ഏത് ദിശയിലേക്കാണോ മൂവ് ചെയ്യുന്നത് ആ ദിശയിലേക്കാണ് നമ്മളും ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ യാത്ര വളരെ സുഖമായിരിക്കും, അല്ലേ? അതേസമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇരിക്കുന്നത്, സൈഡ് തിരിഞ്ഞായിരിക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര മൊത്തം ഒരു അസ്വസ്ഥതയായിരിക്കും. ഒരു തലവേദന, ക്ഷീണം, ചിലപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാം. അതുപോലെയാണ് വാസ്തു. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് 1,07,000 km/h സ്പീഡിലാണ് സൂര്യനെ ചുറ്റുന്നത്. അതേപോലെ അത് സ്വന്തം ആക്സിസിൽ അച്ചുതണ്ടിൽ ചുറ്റുന്ന സ്പീഡെന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇരിക്കുന്നത് ഇക്വേറ്ററിൻ്റെ ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ്. അത് ഏകദേശം 1400 km/h ഈ റൊട്ടേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൂമി വളരെ ഭയങ്കരമായ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഗോളമാണ്. ഈ ഗോളത്തിൽ നമ്മൾ കൃത്യമായ ദിശ നോക്കി വീടും ഓഫീസും നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഫിക്സ് ചെയ്താൽ നമ്മുടെ ആ ഓഫീസിലിരിക്കുന്ന സമയം, വീട്ടിലിരിക്കുന്ന സമയം ഒക്കെ നമ്മൾ വളരെ സന്തോഷവും സ്വസ്ഥതയും നമുക്ക് ഫീൽ ചെയ്യും. ഇതേപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, ഓഫീസിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും ഫെങ്ഷൂയി പ്രകാരമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി, പോസിറ്റിവിറ്റി കൂട്ടും. താങ്ക് യു.